ലിപ്റ്റൺ സ്മൈൽ ഡിജിറ്റൽ അക്കാഡമിയുടെ എല്ലാ സൺഡേ സ്പെഷ്യലും എല്ലാവരും പങ്കെടുക്കുന്നവരാണ്. ഇന്നത്തെ ഒരു സൺഡേ സ്പെഷ്യലിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. 200ാമത് സൺഡേ സ്പെഷ്യലിലാണ് നമ്മളൊക്കെ വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ വന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആദ്യം തന്നെ എല്ലാവരും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ സൺഡേ സ്പെഷ്യലിന്റെ ലിങ്ക് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ ഒരു സൺഡേ സ്പെഷ്യലിന്റെ പ്രത്യേകത. അതിന്റെ ഒരു കണ്ടന്റ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വായിക്കാം. നിറമുള്ള 1000 പുഞ്ചരികൾ എന്നാണ് നമ്മൾ അതൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായി കടന്നു വന്നു പ്രതിസന്ധികളെയും പരിഹാസങ്ങളെയും മറികടന്നുകൊണ്ട് ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ വാർത്തെടുത്ത കൂട്ടർ. ഒരു നിമിഷം വേണ്ട എന്ന തോന്നലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നീ കാണുന്ന പുഞ്ചിരികൾക്ക് മധുരമുണ്ടാവുകയില്ലായിരുന്നു. കൂവാൻ നിന്നവർ കൈയടിച്ചു പോയ ലിപ് ടു സ്മൈലിലെ നിറമുള്ള 1000 പുഞ്ചിരികൾ. അതെ, നമ്മൾ ഇന്ന് ലിപ് ടു സ്മൈലിലെ 200ാമത് സൺഡേ സ്പെഷ്യലിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം സംബന്ധിക്കുന്നത് ലിപ് ടു സ്മൈൽ ഡയറക്ടേഴ്സ് ആയ അഹമ്മദ് ഷെറിൻ സർ, ഇർഫാദ് സർ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ എരോൾ സാറാണ്. എല്ലാവരെയും നമ്മുടെ സൺഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് കൂട്ടുകാർ അവരുടെ പഠനം പകുതി വഴിയിലായവർ. അങ്ങനെ എന്താണ്, അവർക്ക് എവിടെയാണോ പഠനം അവർ അവസാനിച്ചത് അവിടുന്ന് എങ്ങനെ തുടങ്ങും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചിന്തയിൽ നിന്ന് അവര് കുറെ താവളങ്ങൾ ഇങ്ങനെ തേടി 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 നടന്നു. അവരവസാനം എത്തിച്ചേർന്നത് മനോഹരമായൊരു നല്ലൊരു താവളത്തിലേക്കായിരുന്നു. അവിടുന്ന് അവർക്ക് ഒരുപാട് കൂട്ടുകാർ കിട്ടി. അവിടുന്ന് അവർ ഒറ്റപ്പെട്ടു പോയില്ല. അവർക്ക് അതിൽ നിന്നും അവരുടെ 10ാം ക്ലാസ്സും അതിനു മുകളിൽ PG വരെ ഏത് രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും കിട്ടുന്ന ഒരിടത്തിലേക്കാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ സൺഡേ സ്പെഷ്യലിലേക്ക് വന്ന എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ സംസാരിക്കാൻ വേണ്ടി ഇർഫാദ് സാറിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അബ്ദുൽ സർ ആൻഡ് ഷെറിൻ സർ ഉണ്ടോ ലൈനില്? ജസ്റ്റ് ഒന്ന് സാറുമാരൊന്ന് കണക്ട് ചെയ്യണേ. സാദിഖ് സർ, ജസ്റ്റ് ഓക്കെ, ഫൈൻ. ഒരു ട്രാവലിലാണ്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു മനോഹരമായ സായാഹ്നം നേരെയാണ്. പ്രത്യേകിച്ചിട്ട് വിഷു ആഘോഷിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവിധ വിഷു ആശംസകളും സന്തോഷങ്ങളും നേരുന്നു. പ്രധാനമായിട്ടും നമ്മളോടൊപ്പം ഇന്ന് സംവദിക്കുന്നതിന് മുസ്തഫ ഗൂഡല്ലൂരുണ്ട്, നൗഫൽ സദഫ് ഉണ്ട്, നിസാവ് ഉണ്ട്, അഫ്ര ഉണ്ട്. അങ്ങനെ ഒത്തിരി പേര് നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതായാലും ഒരു ഇൻട്രോ പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളോട് എല്ലാവരോടും നിങ്ങളോട് മരിക്കുന്ന സമയത്തെ ഞാനൊരു ജോക്കായിട്ട് പറയട്ടെ. നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവസരം തരികയാണ് എങ്കിൽ നിങ്ങൾ എന്തായിരിക്കും കൊണ്ടുപോവുക എന്ന ചോദ്യം എന്നോട് ഒരാൾ ചോദിച്ചാൽ, നിങ്ങളോട് ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾ പല ഉത്തരങ്ങളുണ്ടാവും. എന്നോട് ഒരാൾ ചോദിച്ചാലേ ആക്ച്വലി എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളോ, എനിക്ക് കിട്ടിയ മാർക്കോ, എനിക്ക് കിട്ടിയ പിന്നെ അവാർഡുകളോ, അല്ലെങ്കിൽ എന്നെ പ്രശംസിച്ച പിന്നെ വിഷയങ്ങളോ ഒന്നും ആയിരിക്കൂല നമ്മൾ കൊണ്ടുപോവുക. പകരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറെ നല്ല നല്ല കുറെ ഓർമ്മകളായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോവുക. നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവസരം തരികയാണെങ്കിൽ നല്ല ഓർമ്മകളും നല്ല കുറെ സൗഹൃദങ്ങളും നല്ല കുറെ നിമിഷങ്ങളും ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുപോവുക. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഈ നല്ല ഓർമ്മകൾ എന്ന് വെച്ചാല്, നല്ല ഓർമ്മകൾ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ നല്ല പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചെന്നെത്തുക എവിടെയാണെന്ന് വെച്ചാല് നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാത്രമായിരിക്കില്ല കേട്ടോ. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുഭാഗങ്ങളും നമുക്ക് എക്സാമ്പിൾ, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊരിക്കലും ഇവിടെ ഒറ്റയ്ക്ക് ജീവിതം സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ പാരന്റ് ആവശ്യമാണ്. എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മയുടെ മുലപ്പാല് മുതൽ എന്ന് വെച്ചാൽ എന്റെ മുലപ്പാല് മുതൽ ഇന്ന് ജീവിക്കുന്ന ഈ ഘട്ടം വരെ എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോരുത്തർക്കും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത്
നമ്മൾ കാരണം ഒരു ചിരി ഒരു ചിരി പിന്നെ എന്താണെന്ന് വെച്ചാല് വിടരാൻ, ഒരു ചിരി വിടരാൻ ഏതെങ്കിലും ഒരാൾക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം, അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള നിമിഷം എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഏത് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നിങ്ങളെടുത്തും നല്ല നല്ല കുറെ ഉത്തരങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കൂല അതേ സ്ഥാനത്ത് പിന്നെ നിങ്ങൾ വ്യക്തി എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് കൊണ്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തോട് ചേർന്ന് കൊണ്ടുണ്ടാക്കിയ നല്ല നിമിഷങ്ങളായിരിക്കും എപ്പോഴും നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രചോദനം നൽകുകയും കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളത്. ആക്ച്വലി 1000 പുഞ്ചിരികൾ വിടരുന്നു എന്ന് നമ്മൾ മുന്നോട്ടേക്ക് പറയുമ്പോ ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് 2019 മെയ് മാസത്തിലാണ് ലിവ് ടു സ്മൈൽ എന്ന് പറയുന്ന ഒരു ആശയം ഇങ്ങനെ രൂപപ്പെടുന്നുള്ളത്. പ്രവാചകനോട് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നും എന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്നും എന്റെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മം ഏതാണ് എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ തിരിച്ചു പറയുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ചാല്, കൺസിസ്റ്റൻസി ആയിട്ട്, തുടർച്ചയായിട്ട് നിനക്ക് എത്ര ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവോ, ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, എത്ര കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും, ആ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ, നിനക്ക് തുടർച്ചയുണ്ടോ, അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും സുഹൃതങ്ങളുള്ള കർമ്മം എന്നാണ് പറഞ്ഞത്. കാരണം ഒരു മനുഷ്യന് എന്ത് കാര്യങ്ങളാണെങ്കിലും തുടങ്ങുക എന്ന് പറയുന്നതിന് ഒരുപക്ഷെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു വിഷയം തുടങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഒരു കാര്യം തുടങ്ങിയിട്ട് അതിന് തുടർച്ചയുണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നുള്ളത്. ആൻ എക്സാമ്പിൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി, അല്ലെങ്കിൽ 10, അല്ലെങ്കിൽ +2, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണം, അല്ലെങ്കിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ മക്കള്, അല്ലെങ്കിൽ മക്കളുടെ പഠനം, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് റിലേറ്റ് ചെയ്ത വിഷയങ്ങൾ, അതല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യ വിഷയങ്ങൾ, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു കഥ എഴുതല്, ഒരു കവിത എഴുതല്, ഇൻസ്റ്റ സ്റ്റോറി ഇടല്, യൂട്യൂബിൽ വീഡിയോ ചെയ്യല്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും, എനി കാര്യങ്ങൾ, നമ്മൾക്ക് തുടങ്ങാൻ ഒരു പ്രചോദനം മതി, തുടങ്ങാൻ ഒരൊറ്റ ഒരു വാക്ക് മതി, തുടങ്ങാൻ ഒരു സ്പാർക്ക് മതി, തുടങ്ങാൻ ഒരാളുടെ ഒരു മോട്ടിവേഷൻ മതി, തുടങ്ങാൻ അത്ര മതി. ഓക്കെ. എന്നാൽ ആ തുടങ്ങുന്ന ഒരു വിഷയം നമ്മളിലൂടെ തുടർച്ചയുണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഉള്ളിൽ ആ ഒരു വിഷയത്തിന് ആളിക്കത്തുന്ന, അല്ലെങ്കിൽ അതിനെ ഏറ്റവും നന്നായിട്ട് മൂർച്ചപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാവണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു തുടർച്ചയാണ് ആക്ച്വലി സ്മൈലിന്റെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു ആശയം. അങ്ങനെ ഒരു തുടർച്ചയാണ്. ഒരുപക്ഷെ ഒന്നാമത്തെ സൺഡേ സ്പെഷ്യലിൽ പങ്കെടുത്ത വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 200 ആഴ്ചകളായിട്ട് ലിവ് ടു സ്മൈലിനോടൊപ്പം, ലിവ് ടു സ്മൈലിന്റെ പൾസിനോടൊപ്പം സഞ്ചരിക്കുന്ന കൂട്ടുകാരുണ്ട് ഇവിടെ. അതിലൊരാൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കും. ഒന്നാമത്തെ സൺഡേ സ്പെഷ്യലിൽ പങ്കെടുത്തിട്ട് ഇതുവരെ ആയിട്ടുണ്ടാവുന്ന സൺഡേ സ്പെഷ്യലുകളിലൊക്കെയും പലപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവുകയും അഭിപ്രായം പറയുകയും സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് നമ്മളെ കൂടെ. അവരിന്ന് സംസാരിക്കും നമ്മളോടൊപ്പം. ഞാൻ പറഞ്ഞു വരുന്നുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും നമുക്ക് തുടർച്ചയുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ആഘോഷം, അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ തുടർച്ചയുണ്ടാക്കി കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ്, അതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ടുന്നതും ഉണ്ടായിരിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലെ ഇപ്പൊ ലിവ് ടു സ്മൈലിലെ പഠനം എന്ന് പറയുന്നുള്ളത് ആക്ച്വലി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുക. നിങ്ങൾ എല്ലാവരും വന്നത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടായിരിക്കാം. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും വരുന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒന്ന് ഹോസ്റ്റ് നോക്കണേ. ഹോസ്റ്റ് പിന്നെ ഈ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്ന് ശ്രദ്ധിക്കണേ, കോ ഹോസ്റ്റ് ആയിട്ടുള്ളവര്. ഓക്കെ.
എല്ലാ കൂട്ടുകാരും ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും പ്രധാനമായിട്ടും എനിക്ക് മിസ്സായി പോയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം. ചില കൂട്ടുകാർ ഡയറക്റ്റ് പച്ചയായിട്ട് ചോദിക്കൂട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മാത്രം തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും LTSലുണ്ട്. ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മാത്രം തരാൻ പറ്റുമോ എന്ന്. ചിലര് കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞിട്ട് ഇതിന് വലിയ വിലയിടും, വലിയ റേറ്റ് ഇടും. നിങ്ങൾക്ക് ആവശ്യമാവുന്ന ഏതെങ്കിലും ഒരു കോഴ്സിന് സമൂഹത്തില് അവന്റെ 1-ാം ക്ലാസ് മുതൽ, ശ്രദ്ധിച്ചോളൂ, അവന്റെ 1-ാം ക്ലാസ് മുതൽ PG വരെ പഠിക്കാൻ എത്ര ചെലവുണ്ടോ, മീൻസ് PG വരെ പഠിക്കാൻ എത്ര ചെലവുണ്ടോ ആ ചെലവ് വരുന്ന എമൗണ്ട് അടക്കം തരാം. ആൻ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഒരു സാധനം എത്രയാണെന്ന് വെച്ചാല്, പിന്നെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട്, മൂപ്പര് പറഞ്ഞ ഡയലോഗ്, വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് പിന്നെ ഈ അക്കാഡമിക്ക് ഒരു പ്രൊമോഷൻ വരുന്നുണ്ട്. ആ പ്രൊമോഷൻ എനിക്ക് BComന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 5 lakh അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ? ഈ ആസ് എ ഡയറക്ടർ എനിക്ക് ഒരു കോർഡിനേറ്റർക്ക് പിന്നെ വന്നത് എനിക്ക് ഡൈവേർട്ട് ചെയ്തു, എന്നോട് ചോദിച്ചൊരു വിഷയമാണ് ഞാൻ ഈ പറയുന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലെ? പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കൽ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേടൽ കൊണ്ടോ നമ്മൾക്ക് ഒരു നേട്ടവും ഇല്ല. ജസ്റ്റ് ഒരു സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊമോഷൻ ഉണ്ടാകുമെന്നതിനേക്കാൾ അപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കറക്റ്റ് ഗൈഡ് ചെയ്ത് വിട്ടുട്ടോ, നിങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കോളി, കുഴപ്പമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് അത് ജെനുവൻ ആവൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു വരുന്നുള്ളത്, ഒരു മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നുള്ളതില് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ചില സംഗതികൾ ഉണ്ടാവും. അതിൽപ്പെടുന്ന ചില കാര്യങ്ങളാണ്, പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത്. സ്കില്ല് പിന്നെ നമുക്ക് ജന്മനാ കിട്ടുന്ന സ്കില്ലിനെ നമുക്ക് കണ്ടെത്തുവാനും അതിനെ ഉയർത്തിക്കൊണ്ട് വരുവാനും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സ്കിൽ കോഴ്സുകളൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും, പറ്റേണ്ടി വരും. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ സ്കില്ല് കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ ആ സ്കില്ല് രൂപപ്പെടുത്തുന്നതിന് പിന്നെ എന്താണ് പൈസ കൊടുത്താൽ കിട്ടൂല. സ്കിൽ രൂപപ്പെടുത്തൽ എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ കിട്ടൂല. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്, അനുഭവങ്ങൾ എന്നുള്ളത് നമുക്ക് പേയ്മെന്റ് ചെയ്തുകൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കുറെ സംഗതികളുണ്ട്. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ മക്കൾ, നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതേ സ്ഥാനത്ത് മക്കളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നത്, മക്കളുമായി ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെ ഫിനാൻസ് കൊണ്ട് അളക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ ഫിനാൻസ് കൊണ്ട് അളക്കാൻ പറ്റാത്ത എന്തോ ചിലത്, അത് എന്ത് എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങള്, അങ്ങനെ ഉണ്ടാവുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് പൂർണ്ണമായിട്ടും പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ തുറന്നു വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സൺഡേ സ്പെഷ്യൽ ലിവ് ടു സ്മൈൽ എന്ന് പറയുന്ന പിന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാര യാത്രക്ക് വളരെ വലിയ മുതൽക്കൂട്ടാവുകയും വളരെ വലിയ പിന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷം പകരുകയും ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിരുന്നു സൺഡേ സ്പെഷ്യൽ എന്നുള്ളത്. 200 ആഴ്ചകളായിട്ട് കൊണ്ടുപോവുക, അതിലെ 2 പാർട്ടാക്കുകയാണ് ഞങ്ങൾ അതിനെ. ഒന്നാമത്തെ പാർട്ട് ആദ്യത്തെ 100 ഡേയ്സ് 100 വീക്സ് എന്നുള്ളതാണ്. ആദ്യത്തെ 100 വീക്സ് ലിവ് ടു സ്മൈൽ നേരിട്ടിട്ട് നടത്തിയതായിരുന്നു. ആദ്യത്തെ 100 ആഴ്ചകൾ, ആദ്യത്തെ 110 ആഴ്ചകളോളം നേരിട്ട് ലിവ് ടു സ്മൈൽ അതിനെ നടത്തിയതായിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത സംവിധാനങ്ങൾ, വ്യത്യസ്ത പിന്നെ തോട്ടുകളൊക്കെ രൂപപ്പെട്ടു വന്നതായിരുന്നു. എന്നാൽ അടുത്ത ഘട്ടം എന്നുള്ളത് രണ്ടാമത്തെ പാർട്ടിൽ 110 മുതൽ അങ്ങോട്ടേക്ക് ഇന്ന് 200 വരെയുള്ള സൺഡേ സ്പെഷ്യലുകളിലെ ഭൂരിഭാഗവും പല വ്യത്യസ്തമായ ബാച്ചുകളിലെ കൂട്ടുകാര് അവരുടെ ഓർഗനൈസിങ് സ്കില്ല് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവർ നേരിട്ട് ബന്ധപ്പെടുകയും അവരിടപെടുകയും ഒക്കെ ചെയ്തിട്ടാണ് സൺഡേ സ്പെഷ്യലുകൾ നടത്തിയിട്ടുള്ളത്.
ഈ 200ാമത്തെ ആഴ്ചയിലെ സൺഡേ സ്പെഷ്യലിൽ നമ്മൾ 200 വീക്ക് മുന്നോട്ട് വെക്കുന്നുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് വന്ന മെസ്സേജുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന ലിങ്കുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിറമുള്ള 1000 പുഞ്ചിരികൾ എന്നുള്ളതാണ്. നിറമുള്ള 1000 പുഞ്ചിരികൾ എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിറമുള്ള 1000 പുഞ്ചിരികൾ എന്ന് പറയുന്നത് ആക്ച്വലി ലിവ് ടു സ്മൈൽ രൂപപ്പെട്ടുള്ളത് 2019 പറഞ്ഞല്ലോ. 19 ആശയം രൂപപ്പെട്ടെങ്കിലും 20 ലാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളുടെ 1ാം വർഷത്തിൽ അക്കാഡമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുള്ളത്. അക്കാഡമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് രൂപപ്പെട്ട് വന്നപ്പോ ലിവ് ടു സ്മൈലിന്റെ ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു ആശയമോ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു തോട്ടോ അതല്ലായിരുന്നു. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നുള്ളത് ഒരു 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 എന്താണ് ഒരു വെൽനെസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ഒരു വൃദ്ധനായ ഒരാൾക്ക് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം വരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരാള് സ്വീകരിച്ച് കൊണ്ടുപോകുന്നത് വരെ ഏറ്റവും നന്നായിട്ട് ഹാപ്പിനെസ് ആയിട്ട് അയാളുടെ എന്താണ് മാനസികാരോഗ്യവും അതുപോലെ തന്നെ ശാരീരികാരോഗ്യവും ഈ രണ്ടും ലഭ്യമാവുന്ന അവൈലബിൾ ആവുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഇടം എന്നതായിരുന്നു ലിവ് ടു സ്മൈൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു തോട്ട്. അതിപ്പോഴും മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഇപ്പോഴും അതിലേക്കുള്ള യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മള്. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ആശയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പഠിച്ച ഈ ഒരു അവസ്ഥയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് എന്നതാണ് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിന്റെ ആസ്പദമായിട്ട് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടുന്ന കൂട്ടുകാർക്ക് അത് മുന്നോട്ട് പോകാം എന്ന് ആലോചിച്ചിട്ട് എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമ്മൾ ആഫ്റ്റർ 1 ഇയർ ഈ തോട്ടം രൂപപ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു വർഷത്തിന് ശേഷം നമ്മൾ പിന്നെ ആലോചിക്കുന്നതും അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതും. അതിലെ ഒന്നാമത്തെ ഫസ്റ്റ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനെ ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്, ഇപ്പോഴും സംസാരിക്കാറുണ്ട്, അവരിപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അവരിപ്പോഴും ഭംഗിയായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, സന്തോഷത്തിൽ മുന്നോട്ട് പോകാറുണ്ട്. അത് ഫസ്റ്റ് സ്റ്റുഡന്റ് എന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് ബാച്ച് എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ ആ ഫസ്റ്റ് ബാച്ചിലെ അതിലേറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മളിലൂടെ പഠനത്തിന് വേണ്ടി വന്ന ഒരു കൂട്ടുകാര് അവരുടെ ജീവിത മാർഗം തേടുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ നമ്മളോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ആക്ച്വലി പിന്നെ എന്താ പറയാ ഇപ്പൊ നിലവിലില്ല. കാരണം അത്രയും നല്ല മനോഹരമായിട്ട് ലിവ് ടു സ്മൈലിന്റെ സന്തോഷത്തോടൊപ്പം കൺസെപ്റ്റിനോടൊപ്പം മുന്നോട്ട് പോയി അവർ നിലവിൽ നമ്മളോടൊപ്പം ഡിഗ്രി പൂർത്തീകരിച്ച് PG ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ PG ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവരെന്താക്കുന്നുണ്ട്, പിന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെയായിട്ട് 500ഓളം കൂട്ടുകാർക്ക് ലിവ് ടു സ്മൈലിലൂടെ പാസ്സാവാൻ സാധിച്ചു എന്നുള്ളതാണ്. നിറമുള്ള പുഞ്ചിരി വിടർന്നു എന്നുള്ളതാണ് 2023 എൻഡോട് കൂടി ഇവിടെ സംഭവിച്ചത്. 2023 എൻഡോടെ 23 എൻഡ് എന്ന് വെച്ചാൽ 23 ഡിസംബറിൽ എക്സാം എഴുതലോട് കൂടിയിട്ട് 500ഓളം കൂട്ടുകാര് നിലവിൽ ലിവ് ടു സ്മൈലിൽ നിന്നും പാസ്സായി. എന്ന് വെച്ചാൽ നിറമുള്ള 1000 പുഞ്ചിരികളിലേക്ക് ഇനി നമ്മൾ സ്റ്റെപ്പ് വെക്കുകയാണ്. 2024 എന്ന് പറയുന്ന 200ാമത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ 200ാമത്തെ സൺഡേ സ്പെഷ്യലിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം 2024-25 ക്യാമ്പയിനിൽ അല്ലെങ്കിൽ 24-25 എന്ന് പറയുന്ന അക്കാഡമിക് ഇയറിൽ നമ്മളോടൊപ്പം പുഞ്ചിരികൾ വിടരാൻ പോകുന്നുള്ളത് 1000 കൂട്ടുകാരാണ്. 1000 കൂട്ടുകാരാണ് നമ്മളോടൊപ്പം പാസ്സാവാൻ പോകുന്നുള്ളത്. അതിൽ 10 ഉണ്ട്, അതിൽ +2 ഉണ്ട്, അതിൽ ഡിഗ്രി ഉണ്ട്, അതിൽ PG ഉണ്ട്. ഈ എല്ലാവരും കൂടിയിട്ട് പുതിയ 1000 കൂട്ടുകാർ നമ്മളെ അതിൽ വെച്ചൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ 1000 പുഞ്ചിരികൾ വിടരുന്നു എന്ന് പറയുന്നുള്ളത്?
നമ്മളുടെ ക്യാമ്പയിനിന്റെ രണ്ടാമത്തെ അക്കാഡമിക് ഇയറിൽ ശ്രദ്ധിച്ചോളൂ, ലിഫ്റ്റ് ടു സ്മൈൽ രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടാവുന്ന രണ്ടാമത്തെ അക്കാഡമിക് ഇയർ ക്യാമ്പയിനിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ക്യാമ്പയിൻ, അഡ്മിഷൻ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഒരു മോട്ടോ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 1000 ഹൃദയങ്ങളിലേക്ക്. അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 1000 ജീവിതങ്ങളെ സ്പർശിക്കുന്നു. യെസ് 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 യെസ്. ആരാ പറഞ്ഞത്? ഷെറീനാണ്. നിങ്ങൾ തന്നെയാ? ഓക്കെ, ഞാൻ വിചാരിച്ചു വേറെ ആരോ പിന്നെ അടുത്ത് പറയാം. 1000 ജീവിതങ്ങളെ സ്പർശിക്കുന്നു എന്നതായിരുന്നു നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു സന്തോഷം. ഞങ്ങൾ അതില് പിന്നെ ഇപ്പോൾ 1000 നിറമുള്ള പുഞ്ചിരികൾ വിടരുന്നു എന്ന് പറയുമ്പോ അതിലൊരു സന്തോഷം എന്താണെന്നറിയോ? 1000 സ്പർശിച്ച ജീവിതങ്ങൾ ഉണ്ടല്ലോ, സ്പർശിച്ച 1000 ജീവിതങ്ങൾ, സ്പർശിച്ച ജീവിതങ്ങളാണ് ഇവിടെ എന്താണ് പുഞ്ചിരികൾ വിടരാൻ പോകുന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. അന്ന് രണ്ടാമത്തെ ക്യാമ്പയിനിൽ, കാരണം അവരെ നമ്മൾ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല കൂട്ടുകാരും ഒരുപക്ഷെ എന്താണെന്ന് വെച്ചാല് പിന്നെ ഒരു അക്കാഡമിക് ഇയർ കയ്യിലോട് കൂടിയിട്ട് ഞാൻ ഒരിക്കലും പിന്മാറുക, അതല്ലെങ്കിൽ മുന്നോട്ട് പോവാതിരിക്കുക എന്നുള്ളതല്ല നമ്മളെ കാഴ്ച. നമ്മളോട് ഒരാള് ലിഫ്റ്റ് ടു സ്മൈലിലേക്ക് ഒരു വ്യക്തി കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ പഠനപരമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോ എന്തിരിക്കുന്ന ചില പോരായ്മകൾ വരും, അതിൽ ചിലപ്പോ തടസ്സങ്ങൾ വരും, അതിൽ ചിലപ്പോ എന്താണെന്ന് വെച്ചാല് പിന്നെ ചലഞ്ചുകൾ ഉണ്ടാവും, അതിൽ ചിലപ്പോ പല വിഷയത്തിലും ചിലപ്പോ റിമൈൻഡറുകൾ ഇല്ലാതെ വരും. അങ്ങനെ പലതും ചിലപ്പോ വന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മളെ ടച്ച് ചെയ്ത ഒരാളെ, അല്ലെങ്കിൽ സ്പർശിച്ച 1000 ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ആ സ്പർശിച്ച ഒരു വ്യക്തി പോലും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാതെ പോകരുത് എന്നൊരു താല്പര്യം, ഒരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വന്ന് എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യണം, എനിക്ക് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഓരോ കൂട്ടുകാരെയും ഇൻഡിവിജ്വലി ആയിട്ട് അവരെ നമുക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. ആൾക്കാർ കൂടുന്തോറും ഒരുപക്ഷെ ചലഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ചലഞ്ചുകളൊക്കെ ഓവർകം ചെയ്തിട്ട് ഓരോ മനസ്സിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ ടച്ച് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിന് ആവശ്യമായി വരുന്ന വിദ്യാഭ്യാസ സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ട് അവരിലേക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള പല കൂട്ടുകാരും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ഓൾമോസ്റ്റ് കൂട്ടുകാരുടെയും ഫാമിലി റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷൻ കൗൺസിലറോ, അതല്ലെങ്കിൽ നമ്മളോ, അല്ലെങ്കിൽ പിന്നെ ഷെറിൻ സാറോ, അല്ലെങ്കിൽ അബ്ദു സാറോ, ഞാനോ, അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ ഇടപെടാറുണ്ട്. അവരുടെ മക്കൾ ഒരുപക്ഷെ പഠിക്കുന്നത് മറ്റു വലിയ സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ അതിലേക്കുള്ള ഗൈഡൻസുകളും അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരു കരിയർ പാരന്റ് ആവാൻ നമ്മൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. 200ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ പറയുന്നുള്ളത്, അതല്ലാതെ ആദ്യം തന്നെ അങ്ങനെയാണെന്നുള്ളതല്ല. ഒരു കരിയർ പാരന്റ് എന്ന് പറയുന്ന ഒരു പാരന്റ് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ, ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിന്റെ അക്കാഡമിക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ലിഫ്റ്റ് ടു സ്മൈലിന്റെ കോർഡിനേറ്റേഴ്സോ, ലിഫ്റ്റ് ടു സ്മൈലിന്റെ ഡയറക്ടേഴ്സോ, ലിഫ്റ്റ് ടു സ്മൈലിന്റെ കുടുംബാംഗങ്ങളോ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ മനോഹരം എന്താണെന്നറിയോ? ഇവിടെ നിന്നും പാസ്സായി പോകുന്ന കൂട്ടുകാരാണ് പിന്നെ അവരുടെ കുടുംബത്തിലെ കരിയർ പാരന്റ് ആയി വരുന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ രസം. ലിഫ്റ്റ് ടു സ്മൈലിൽ പാസ്സാകുന്ന ഓരോ കൂട്ടുകാരുടെയും കുടുംബത്തിലെ വലിയ മാതൃകകൾ അവരാകുന്നു എന്നുള്ളതാണ്. വലിയ മാതൃകകൾ. ഇവിടുന്ന് ഡിഗ്രി കഴിയുന്നവർ, ഇവിടുന്ന് 10 കഴിയുന്നവർ, ഇവിടുന്ന് +2 കഴിയുന്നവർ, അവര് പലപ്പോഴും അവരുടെ മറ്റാർക്കെങ്കിലൊക്കെയോ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും. എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാളാണ് സൈബുൻ നിസ. അപ്പൊ സൈബുൻ നിസ എന്ന് പറയുന്ന ഒരു LTS നിന്നും 10ാം ക്ലാസ് കഴിഞ്ഞതാണ്.
സൈബിൻ നിസയാണ് അവരുടെ കുടുംബത്തിലെ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലേഡി അവരുടെ കുടുംബത്തിൽ. അവരോട് ചോദിക്കും, ഇത്താത്ത പിന്നെ എന്റെ മോള് ഡിഗ്രിക്ക് പോണം, ഏത് കോഴ്സാണ് എടുക്കുക? അപ്പൊ സൈബിൻ നിസ പെട്ടെന്ന് നമ്മളെ കണക്ട് ചെയ്യും, സാറേ എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടേ. എന്തുകൊണ്ടാണ് അവർ ചോദിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയത് അവരുടെ കുടുംബത്തിൽ? അതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ അതുവരെ ചോദിക്കാത്ത ഒരു കാര്യം എങ്ങനെയാണ് അവിടത്തേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലെ ഏറ്റവും വലിയ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടോ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് സാധ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞ സൈബിൻ നിസ ആണെങ്കിലും ഈ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്വപ്നം സാക്ഷാത്കരിക്കലോട് കൂടിയിട്ട് അവർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ചുറ്റുഭാഗത്ത് ഒരു സമൂഹമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. കാരണം സമൂഹത്തിന് ആവശ്യമായി വരുന്ന പല നോളജുകളും പല ഇൻഫർമേഷനുകളും അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഷെബീമ ഗടക്കലാണെങ്കിലും, മുസ്തഫ ആണെങ്കിലും, റഹീം സഖാഫി ആണെങ്കിലും, രാജീവ് ആണെങ്കിലും, മുഹമ്മദ് അഷ്റഫ് ബഹ്റൈൻ ആണെങ്കിലും, അബ്ദുറഹ്മാൻ ആണെങ്കിലും, ജിൻസ് ജോസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ നിന്നും വിജയിക്കലോട് കൂടിയിട്ട് നിങ്ങൾ വിജയം മറ്റുള്ളവർ ആസ്വദിക്കലോട് കൂടിയിട്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പുതിയ ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ 1000 പുഞ്ചിരികൾ മാത്രമല്ല, നമ്മൾ 1000 പുഞ്ചിരികൾ എന്നുള്ളത് ഡയറക്റ്റ് ആണ്. 10,000 പുഞ്ചിരികളിലേക്ക്, 25,000 പുഞ്ചിരികളിലേക്ക്, 50,000 പുഞ്ചിരികൾ വിടരാൻ, അല്ലെങ്കിൽ ഇനിയും ലോകത്തുണ്ടാവുന്ന എണ്ണത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത സംഖ്യകളിലെ പുഞ്ചിരികൾ വിടരാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി കേന്ദ്രീകൃതത്തിൽ നിന്നും മാറിയിട്ട് സാമൂഹ്യപരമായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓരോരുത്തരോടും വളരെ സ്നേഹപൂർവ്വം പറയുന്നുള്ളത്, ലിഫ്റ്റ് ടു സ്മൈൽ എന്ന് പറയുന്ന ആശയത്തിന് ഏറ്റവും നന്നായിട്ട് വെള്ളവും വളവും ചേർത്ത് നിർത്തി തന്നത് എപ്പോഴും ലിഫ്റ്റ് ടു സ്മൈലിലെ കൂട്ടുകാര് തന്നെയാണ്. അത് നല്ല ഉണർത്തലുകളോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, ഞങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണ് എന്നൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾക്കാണ് എല്ലാം അറിയുന്നത്, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന അഹങ്കാര രാഷ്ട്രഭാവം ഞങ്ങളിൽ ആർക്കുമില്ല. ഞങ്ങളെ തിരുത്താം, ഞങ്ങൾ ഉണർത്താം, ഞങ്ങൾക്ക് വഴികാട്ടിത്തരാം. കാരണം അനുഭവങ്ങളിൽ നിങ്ങളാണ് ഏറ്റവും മൂർത്തിഭാവത്തിൽ നിൽക്കുന്നവർ. അനുഭവങ്ങൾ നിങ്ങൾക്ക് പലതും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഫീൽ ചെയ്യുന്നവര്, നിങ്ങളാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉണർത്താനുള്ള നിങ്ങളുടേതാണ് LTS, നമ്മളുടേതാണ് ലിഫ്റ്റ് ടു സ്മൈൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 200 എപ്പിസോഡുകൾ പിന്നിടുമ്പോഴും ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വെള്ളിയാഴ്ചകളിൽ ഉണ്ടാവുന്ന വെള്ളിയാഴ്ചകളിൽ ഉണ്ടാവുന്ന തോട്ട്സ് സൺഡേ സ്പെഷ്യൽ ആയിട്ട് മാറിയത് ഈ ബാച്ചിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന കൂട്ടുകാരന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. 7 മണി, അന്ന് 5 മണിക്കായിരുന്നു. പിന്നീട് നമ്മളത് 7 മണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. 7 മണി എന്നുള്ളതും കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സമയങ്ങളിലും എന്ന് വെച്ചാൽ 100 ആയിരുന്നു നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന 100 ആൾക്ക് മാത്രം പ്രവേശനം മതി എന്നുള്ളതാണ്. പക്ഷെ അതേ സ്ഥാനത്ത് പിന്നീട് പല കൂട്ടുകാരും പറഞ്ഞു 100 ആള് പോരാ, നമുക്ക് കൂടുതലിലേക്ക് വരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് മുന്നോട്ടേക്ക് വെച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ആശയങ്ങളും ഓരോന്നും രൂപപ്പെടുത്തിയെടുക്കുന്നുള്ളതൊക്കെയും ഇവിടെ ഉണ്ടാവുന്ന വിദ്യാർത്ഥി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരവും അതുപോലെ തന്നെ അവരുടെ സജഷൻസ് മൂലമാണ്. ഞങ്ങൾക്ക് തെറ്റുന്ന വഴികളൊക്കെയും വിളക്ക് കാട്ടാൻ നിങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഞങ്ങളുടെ ഒരു ധൈര്യം എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രചോദനം എന്നുള്ളത്. ഞങ്ങൾ ചൂട്ട് കാണിച്ചു തരാം, നിങ്ങൾ അതിലൂടെ നടന്നോളൂ എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനെ പറ്റൂല ഞങ്ങളെ കൊണ്ട്. പകരം നമുക്ക് ഒരുമിച്ച് ചൂട്ട് കത്തിച്ച് മുന്നോട്ട് പോകാം. ഒന്ന് കെടാനാകുമ്പോ മറ്റൊരു ചൂട്ട് കയ്യിലേക്ക് തരാം. അങ്ങനെ നമ്മൾ പരസ്പരം ചൂട്ട് പിടിച്ചുകൊണ്ട് പരസ്പരം വെളിച്ചം വിതറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന പ്രയാസങ്ങളെ നമ്മൾ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ
നമുക്ക് 1000-ലധികം പുഞ്ചിരികളിലേക്ക് വിടർത്താൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ചിട്ട് നമ്മൾ 2024-25 വർഷത്തെ ക്യാമ്പയിനിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അന്ന് 1000 ജീവിതങ്ങളെ സ്പർശിച്ച ആ 1000 ആൾക്കാരെ ഈ വർഷം ഞങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ള ഒരു ആശയം തന്നെ. അങ്ങനെ ആശയം ജസ്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ അവരെ വിജയിപ്പിച്ചെടുക്കുക എന്നൊരു ദൗത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നുള്ളത്. ആ ദൗത്യത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. കൂട്ടത്തിൽ നമ്മൾ ആദ്യത്തെ വർഷം LTS-ലേക്ക് ജോയിൻ ചെയ്തത് 90 കൂട്ടുകാരാണെങ്കിൽ രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ ആ 90-ൽ നിന്നും ലിഫ്റ്റ് ടു സ്മൈൽ 560 കൂട്ടുകാരിലേക്കാണ് പിറ്റത്തെ വർഷം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത്. ഈ 506 കൂട്ടുകാരെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാരായിരുന്നു വെച്ചാൽ ഏറ്റവും നന്നായിട്ട് നമ്മളോടൊപ്പം നിന്നത് ആ 96 കൂട്ടുകാരായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ സുഹൃത്തുക്കളെ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ നിങ്ങളും പഠിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലും സ്വപ്നം സാക്ഷാത്കരിക്കൂ എന്ന ആശയം കൈമാറിയപ്പോഴാണ് ഇവിടത്തേക്ക് 506 കൂട്ടുകാർ എത്തിച്ചേർന്നത്. അതേപോലെ തന്നെ പ്രധാനമാണ് 506-ൽ നിന്നും നമ്മൾ പിന്നെ വന്ന് ചേർന്നത് എവിടത്തേക്കാണെന്ന് വെച്ചാൽ 900 കൂട്ടുകാരിലേക്കാണ്. ആ 900 കൂട്ടുകാരിലേക്ക് എത്തിച്ചേർന്നപ്പോഴും സപ്പോർട്ട് ചെയ്തതൊക്കെ ഈ 506 കൂട്ടുകാരായിരുന്നു. പിന്നെ 900 പേരായി. ആ 900-ൽ നിന്നും നമ്മൾ പിന്നീട് എത്തിച്ചേർന്നത് 1500-ൽ കൂടുതൽ കൂട്ടുകാരിലേക്കാണ്. ആ 1500 കൂട്ടുകാരും എത്തിച്ചേർന്നതിൽ നിങ്ങളുടെ വീട്ടുകാരുണ്ട്. എനിക്ക് തോന്നുന്നു ബികോം ബാച്ചിലെ ഒരു കൂട്ടുകാരന്റെ 13 ഫാമിലി മെമ്പേഴ്സ് ആണ് LTS-ൽ ഉള്ളത് കേട്ടോ. അവന്റെ 13 ഫാമിലി മെമ്പേഴ്സ് പ്ലസ് കൂട്ടുകാര് ലിഫ്റ്റ് ടു സ്മൈലിലുണ്ട്. അതേപോലെ തന്നെ പുതിയ ബാച്ചുകളിൽ ഭാര്യയും ഭർത്താവും ഉണ്ട്. അത് പലർക്കും അറിയില്ല. പിന്നെ ഒരു ദിവസമാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, പിന്നെ എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ഫാമിലിയിലെ അനിയത്തി ജ്യേഷ്ഠത്തിമാരൊക്കെ കൂടിയിട്ട് എല്ലാരും കൂടി ഒരു 6 പേരുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ എങ്ങനെ ഓരോരുത്തരെ കാണിച്ചു തന്നു. ഇങ്ങനെ എല്ലാരും കൂടി 6 പേര് എന്ന് വെച്ചാൽ കുറെ കൂട്ടുകാര്, കുറെ പേര്, ഒത്തിരി പേർക്ക് ഇടയിലേക്ക് ഇതൊരു ആവേശമായി മാറിയിട്ട്, ഇതൊരു ക്യാമ്പയിനായി മാറിയിട്ട്, ഇതൊരു സന്തോഷമായി മാറിയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെയും കുടുംബാംഗങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. നിങ്ങളുടെയും ജീവിതത്തെ ടച്ച് ചെയ്യുന്ന കുറെ പേരുണ്ടാവും. നിങ്ങൾക്കിടയിലും നിങ്ങളുടെ സൗഹൃദങ്ങൾക്കിടയിലും ഒരുപക്ഷെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അവരെ നീ പഠിക്കൂ കൂട്ടുകാരാ, അല്ലെങ്കിൽ നിന്റെ സ്വപ്നം, നിന്റെ ജീവിതത്തിൽ അതിൽ ഏറ്റവും വലിയ ഒരു ഓർമ്മയും കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൺഡേ, ആദ്യ ഘട്ടത്തിൽ നടന്ന ഒരു സൺഡേ സ്പെഷ്യലിന്റെ ജീവിതം സ്പർശിക്കുന്നു എന്ന് പറയുന്ന ഒരു സൺഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ. ആ സൺഡേ സ്പെഷ്യലിന്റെ തോട്ട്സ് പ്രോസസ്സിങ്ങിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതൊരു സൺഡേ സ്പെഷ്യൽ ആയിരുന്നു. അന്ന് പറയുന്ന സമയത്തെ അന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിനക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നുള്ളത്? നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നത് കൊണ്ടാണ് എന്റെ പഠനം എന്ന സ്വപ്നം നിലച്ചുപോയത് എന്നിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്ന ഏതെങ്കിലും ഭാര്യ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ആലോചിക്കാത്തൊരു വിഷയമായിരുന്നു അത്. ഞാൻ ഓളോട് ചോദിച്ചു. ഓൾ എന്നോട് പറഞ്ഞു, പഠിച്ച കൊള്ളാന്നൊക്കെ അപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ മുഹമ്മദുമായി, ഇപ്പൊ നമ്മളെ മോനുമായി, മോളുമായി, ഇനിയിപ്പോ അവരെ പഠനം മതി, ഞാനില്ലേ എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ പഠനവും ക്ലാസ്സും റിസൾട്ടൊക്കെ കണ്ട സമയത്ത് ഓക്ക് പൂതി തോന്നി ഇപ്പൊ കഴിഞ്ഞ ബാച്ചില് ഓളും കൂടി ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് നിറമുള്ള പുഞ്ചിരികൾ വിടർത്തിക്കൊണ്ട്, എന്ന് വെച്ചാൽ സ്പർശിച്ച ജീവിതങ്ങൾക്ക് പുഞ്ചിരികൾ വിടർത്തിക്കൊണ്ട് LTS മുന്നോട്ടേക്ക് പോവാണ്. ആ മുന്നോട്ട് പോകുന്ന ജൈത്രയാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് ഉണർത്തിക്കൊണ്ട്, ഇന്ന് ഞങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നന്നാവണമെന്ന താല്പര്യം പറഞ്ഞുകൊണ്ട്, ഇതിൽ തിരുത്തേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഏത് രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, പുതിയ കൂട്ടുകാർ വരുമ്പോൾ ഇന്ന മേഖലകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഞങ്ങളെ വീണ്ടും ഉണർത്തിക്കൊണ്ട്, നിങ്ങൾ എന്നും കൂടെ വേണം എന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഈ 200-ാമത്തെ എപ്പിസോഡിന് എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട്, താങ്ക് യു സോ മച്ച് ഫോർ വണ്ടർഫുൾ ഡേയ്സ്. ബൈ.
Thank you, sir. Thank you, sir. Thank you. I Thank think you, Sharing sir. sir with us, right? Sharing sir. Thank you, sir. ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ലിഫ്റ്റ് സ്മൈൽ സൺഡേ സ്പെഷ്യലിന്റെ 200 ആഴ്ചകൾ പൂർത്തിയാവുകയാണ്. 200 ആഴ്ച പൂർത്തിയാകുന്ന സമയത്ത് വലിയൊരു സന്തോഷമുണ്ട്. 200 ആഴ്ചകൾക്ക് മുമ്പ് ലിഫ്റ്റ് സ്മൈൽ സൺഡേ സ്പെഷ്യൽ എന്ന ആശയത്തിന് ബീജാഭാവം നൽകിയ അതേ സ്ഥലത്ത് 200ാമത്തെ ആഴ്ച ആഘോഷിക്കാൻ എനിക്ക് തിരിച്ചെത്താൻ സാധിച്ചു എന്നുള്ള ഒരു അൺഎക്സ്പെക്ടഡ് സർപ്രൈസിലാണ് ഞാനുള്ളത്. പ്രിയപ്പെട്ടവരെ, 200 ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു, പുതിയ പുതിയ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു. 200 ആഴ്ചകളിൽ ആവർത്തിച്ച് സംസാരിച്ചത് 4-5 സെഷനുകൾ മാത്രമായിരിക്കും. അത് ഞങ്ങളുമായിരിക്കും. ബാക്കിയുള്ള സെഷനുകളൊക്കെ പുതിയ പുതിയ ആളുകൾ. സാറ് പറഞ്ഞതുപോലെ ആദ്യത്തെ 100 ആഴ്ചകൾ, 110ഓളം ആഴ്ചകൾ ലിഫ്റ്റ് സ്മൈലിന്റെ ടീം തന്നെ അറേഞ്ച് ചെയ്തു. ശേഷം ലിഫ്റ്റ് സ്മൈലിന്റെ ഫാമിലി, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഓരോ ബാച്ചുകാർ ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ 200 ആഴ്ചകൾ പൂർത്തീകരിക്കുന്ന ഒരു മനോഹര സുദിനം. രണ്ടാമത്തത് ഈ വർഷത്തെ ക്യാമ്പയിനിൽ നാം മുമ്പോട്ട് വെച്ച 1000 പുഞ്ചിരികളെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്യാമ്പയിനുകളിലും നാം വെച്ച ആശയം ലിഫ്റ്റ് സ്മൈലിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വാചകമായിരുന്നു. ആളുകൾ ഞങ്ങളിലേക്ക് വരൂ എന്നുള്ള ഒരു ക്ഷണമായിരുന്നു നമ്മളുടെ, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു ശ്രമമായിരുന്നു നമ്മുടെ വാചകങ്ങളിൽ നിറഞ്ഞു നിന്നത്. എങ്കിൽ ഈ വർഷം നാം അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് എടുത്തു വെക്കുന്നത്. 1000 പുഞ്ചിരികൾ. നമ്മളിലേക്ക് വന്ന, നമ്മളുടെ കൂടെ നിന്ന, നമ്മളെ വിശ്വസിച്ച, നമുക്കൊരവസരം നൽകിയ 1000 കൂട്ടുകാരുടെ പഠനം വിജയകരമായി പൂർത്തിയാക്കുക. 1000 കൂട്ടുകാരുടെ റിസൾട്ടുകളിൽ പാസുകൾ ഉണ്ടാവുക. അവരുടെ ഗ്രേഡ് കാർഡുകൾ അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾ അതിൽ കംപ്ലീറ്റഡ് എന്ന് എഴുതുക. അവരുടെ കോൺവൊക്കേഷനുകൾ നടത്തുക. ഇത്രയും മനോഹരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന, സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പ്രഖ്യാപിക്കുന്ന ഒരു മനോഹരമായ വചനമാണ് ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പയിനിന്റെ മുഖവചനമായി നാം എടുത്തിട്ടുള്ളത്. ലിഫ്റ്റ് സ്മൈൽ ആദ്യത്തെ ബാച്ച് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേരായിരുന്നു. ഇന്ന് ഞങ്ങൾ 40 പേരാ. നമ്മളുടെ കൂടെ ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്. അവരൊക്കെ ലിഫ്റ്റ് സ്മൈലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കൃത്യമായും വ്യക്തമായും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. 60-ലധികം വരുന്ന പ്രിയപ്പെട്ട അധ്യാപകന്മാർ അവരുടെ വീടുകളിൽ നിന്ന്, അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ ആത്മാർത്ഥമായി നമ്മോട് സഹകരിക്കുകയും നമ്മോട് സംസാരിക്കുകയും നമ്മളെ കാര്യങ്ങളിൽ ഇടപെടുകയും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ കൂടെ പലപ്പോഴായി സഞ്ചരിച്ച 3000-ലധികം കൂട്ടുകാർ ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് വെച്ചും കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും നിർദ്ദേശം നൽകാനും ഒക്കെ വളരെ നന്നായി നമ്മളുടെ കൂടെ ഇടപെടുന്നു. വലിയൊരു കൂട്ടായ്മ തന്നെ, ഒരു കുടുംബത്തെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ക്യാമ്പയിനിലേക്ക് കടക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ സ്വപ്നങ്ങളിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും 10ഉം 12ഉം ഒക്കെ ഉള്ളവരാണ്. അവർക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഈ വഴിയൊന്ന് കാണിച്ചു കൊടുക്കണം, ഈ വഴിയിലേക്കൊന്ന് ചൂട്ട് കത്തിച്ച് വിളക്കരച്ചു കൊടുക്കണം. ആ വിളക്കൊന്ന് കാണിച്ചാൽ അത് നമ്മളായാൽ, ആ വിളക്ക് കാണിക്കുന്നവർ നമ്മളായാൽ, നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്നത് നമ്മളായാൽ, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നത് നമ്മളായാൽ, തീർച്ചയായും അവർ ഇത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നമ്മളിൽ നിന്ന് ഇതുവരെ പാസ്സായ മുഴുവൻ ആളുകളുടെയും സക്സസ് സ്റ്റോറികൾ, 354 ആളുകളുടെ സക്സസ് സ്റ്റോറികൾ നമുക്കൊരു ദിവസം കേൾക്കാനുണ്ട് എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ. എങ്കിൽ അതിന് മാത്രം വേണം നമുക്ക് 1000 മണിക്കൂർ. ഇനിയുള്ള സെഷനുകൾ മുഴുവനും അതിനുവേണ്ടി മാറ്റിവെച്ചാൽ പോലും നമുക്കത് ആളുകൾ കൂടുന്നതല്ലാതെ സെഷനുകൾ തികയില്ല. അതിൽ ചിലർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മളെ കൂടെ ചേരുന്നുണ്ട്. ഈ യാത്ര തുടരണം. നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും സൗഹൃദവും സന്തോഷവും നിറഞ്ഞ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ പുതിയ ക്യാമ്പയിനിലേക്ക് പ്രവേശിക്കുകയാണ്. 200 ആഴ്ചകൾ പൂർത്തീകരിച്ചതിന് എല്ലാവർക്കും നന്ദിയും കടപ്പാടും സന്തോഷവും അറിയിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇനി നമ്മോട് സംവദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. പിന്നെ പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാല് സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടത് UAE നിന്നായിരുന്നേ.
ഷെറിൻ സാർ ഇന്ന് UAE ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സാർ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണോ നമ്മൾ തുടക്കം കുറിച്ചത് അവിടെ നിന്ന് തന്നെ നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സാർ സൂചിപ്പിച്ചത് കേട്ടോ. ഏതായാലും ഒരുപാട് സന്തോഷം. ലിവ് ടു സ്മൈലിലേക്ക് പിന്നെ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെട്ട് സൗഹൃദ കൂട്ടായ്മയോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത്, സൗഹൃദ കൂട്ടായ്മയായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മോടൊപ്പം സൗഹൃദ വലയത്തിൽ ഉണ്ടാവുകയും അങ്ങനെ എന്താണ് UAE തന്നെ പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ട് ഇങ്ങനെ പിന്നെ സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്ത് പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ സൈക്കോളജി പഠിക്കണമെന്ന് താല്പര്യപൂർവ്വം MSc സൈക്കോളജി ചെയ്യുകയും അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ചലഞ്ചുകൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയും ഇടയിൽ ജോലിയുമായി ബന്ധപ്പെട്ട ചലഞ്ചസ്, അതുപോലെ തന്നെ ഫാമിലി റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ, പിന്നെ അതുപോലെ സംഘടനാപരമായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകുന്ന ഓരോ ചലഞ്ചുകളും ഓവർകം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പിന്നെ കൂട്ടുകാരൻ MSc സൈക്കോളജി പൂർത്തീകരിച്ചു. അതിനുശേഷം കുറച്ചും കൂടി കൂടുതൽ ലേൺ ചെയ്യണം എന്ന താല്പര്യപൂർവ്വം MA സൈക്കോളജി തുടർന്നു. അതിനിടയിൽ സൈക്കോളജി റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. സൈക്കോളജി റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ തന്റെ സ്കില്ല് റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു മേഖലയ്ക്ക് തന്നെ, തന്റെ എഞ്ചിനീയറിംഗ് മേഖല പാടെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും ആ ഒരു മേഖലയിൽ നിന്നും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു മേഖല തെരഞ്ഞെടുത്തുകൊണ്ട് പിന്നെ സൈക്കോളജി റിലേറ്റ് ചെയ്ത് ട്രെയിനിങ് റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ലിവ് ടു സ്മൈൽ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് വേറൊരു മേഖലയിൽ സന്തോഷം പകർത്തിക്കൊണ്ടിരിക്കുന്ന വിംബിൾ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അക്കാഡമി ഒക്കെ രൂപീകരിച്ചിട്ട് വളരെ നന്നായി മുന്നോട്ട് പോകുന്ന തൃശ്ശൂർ ജില്ലയിലെ പ്രിയപ്പെട്ട ഗുരുവാൻ ഫൈസൽ CA നമ്മോട് സംവദിക്കും. വെൽക്കം ഫൈസൽ. LTS അലുമിനിയാണ്. ഹലോ, ഓഡിബിൾ ആണോ? യാ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഷെറിൻ സാറ്, ഇർഫാസ് സാർ, അബ്ദുറഹ്മാൻ സാർ. ഇതിന്റെ മുന്നൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? യെസ്, അതെ. നിങ്ങള് ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും സൺഡേ സ്പെഷ്യലില് റീസെന്റ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. സൺഡേ സ്പെഷ്യല് 200 എപ്പിസോഡിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ ഇർഫാസ് സാറ് പറഞ്ഞ പോലെ തന്നെ 100 കണക്കിന് അതല്ലെങ്കിൽ 1000-കണക്കിന് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക, അതല്ലെങ്കിൽ ഫാമിലികളിൽ സന്തോഷം വിടർത്തുക എന്ന് പറയുന്നതിൽ ഒരു ഫാമിലി എൻ്റെ ഫാമിലിയാണ്. കാരണം നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആകുന്ന രീതിയിലേക്കായിരുന്നു ലിവ് ടു സ്മൈലിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. 2021 ജൂലൈ ഓഗസ്റ്റിൽ ഒക്കെയാണ് ഞാൻ MSc സൈക്കോളജിക്ക് വേണ്ടി ലിവ് ടു സ്മൈലിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഫൈസൽ CA, പിന്നെ ഒരു ഡിഗ്രി. അത് ഞാൻ ഒരു 13 വർഷം മുമ്പ് എടുത്ത ഒരു ഡിഗ്രി മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് PG ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് എനിക്കത് പറ്റിയില്ല. പിന്നെ ഒബിയസ്ലി ഞാൻ ഗൾഫിലേക്ക് പോകുന്നു, അവിടെ ജോലി എടുക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു PG ചെയ്യാനുള്ള ഒരു പൂതി, ആ പൂതിയുടെ പിന്നെ എന്താണ് പൂതി സാക്ഷാത്കരിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ലിവ് ടു സ്മൈലാണ്. ലിവ് ടു സ്മൈലിലൂടെയാണ് നമ്മളത് ആ ഒരു എൻട്രി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ എൻട്രി സംഭവിക്കുന്നതോടുകൂടി തന്നെ പുതിയ ഒരു സൗഹൃദ വലയം രൂപപ്പെടുകയാണ്. കേവലം ഒരു PG പൂർത്തിയാക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ലിവ് ടു സ്മൈലിലൂടെ എനിക്ക് കിട്ടിയത് സത്യത്തിൽ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ എന്നുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക്. അവിടെ പുതിയ കൂട്ടുകാരെ കിട്ടുന്നു, അവരുടെ ആശയങ്ങൾ കിട്ടുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സ്കിൽ ഡെവലപ്മെന്റ് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്നും ജീവിച്ചാൽ പോരാ, നമ്മുടെ പൊട്ടൻഷ്യൽ ഇതൊന്നുമല്ല, നമുക്ക് ഇനിയും ഒരുപാട് ലേണിംഗ് ചെയ്യാനുണ്ട്, നോളജുകൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളുടെ ഒരു ആവറേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൂട്ടുകാര് അല്ലെ, നമ്മളുടെ കൂട്ടുകാര് ഒരു 5 പേരുണ്ടെങ്കിൽ അവരുടെ ഒരു ആവറേജ് ആയിരിക്കും നമ്മളെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഒരു ചിന്താഗതികൾ മാറുന്ന രൂപത്തിലേക്ക് നമുക്ക് പുതിയ സൗഹൃദങ്ങൾ കിട്ടുന്നതോടുകൂടി തന്നെ നമ്മുടെ ചിന്താഗതികൾ മാറുകയാണ്, നമുക്ക് കൂടുതൽ പഠിക്കണമെന്ന രീതികളിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ അങ്ങനെ MSc സൈക്കോളജി നമ്മൾ ചെയ്യുന്നു, അത് പൂർത്തിയാക്കാൻ ലിവ് ടു സ്മൈലിലൂടെ സാധിച്ചു. അപ്പോ നമ്മൾ MSc സൈക്കോളജി ചെയ്യുന്ന സമയത്ത് സൗഹൃദത്തിലുള്ള കൂട്ടുകാര് ഞങ്ങളൊരു 4-5 പേര്
അപ്പൊ അതില് നമ്മളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ്ലി PG കോർഡിനേറ്റർ നഫീസ അടക്കമുള്ള ഞങ്ങൾ കുറച്ച് പേര് തീരുമാനിച്ചു നമുക്ക് എന്തുകൊണ്ട് മറ്റൊരു PG കൂടി ചെയ്തുകൂടാ എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ലിവ് ടു സ്മൈലിൽ തന്നെ MA സൈക്കോളജിക്ക് ജോയിൻ ചെയ്യുന്നത്. അതായത് MSc സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ MA സൈക്കോളജിക്ക് ഞങ്ങൾ അവിടെ ചേരുകയാണ്. അപ്പോൾ അങ്ങനെ MSc സൈക്കോളജി ഞങ്ങൾ പൂർത്തിയാക്കി MA സൈക്കോളജി ഇപ്പൊ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇതിനിടയിൽ നേരത്തെ ഇവിടെ ഇർഫാൻ സാർ ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ MSc സൈക്കോളജിക്ക് PCP ഒക്കെ ഉണ്ട്. PCP നമുക്കറിയാം അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പോയി ചെയ്യണം. അപ്പോ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് വരിക, അവിടെ പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എക്സാം എഴുതുക, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു അനുഭവമാണ്. അങ്ങനെ ഒരിക്കലും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ട്രിച്ചിയിലേക്ക് പോകുന്നു, ട്രിച്ചിയിൽ നിന്ന് ബസ് കയറി അണ്ണാമല യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, അവിടെ 2 ആഴ്ച നിൽക്കുന്നു, അതിനുശേഷം തിരിച്ചങ്ങോട്ട് പോകുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിലേക്ക് സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് അവിടെ നിന്നുണ്ടായത്. പിന്നീട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കരിയർ എനിക്ക് രൂപപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ്. നേരത്തെ വർക്ക് ചെയ്തിരുന്ന കരിയറിൽ നിന്ന് ഞാൻ ടേൺ ചെയ്ത് ട്രെയിനിങ് ഡെവലപ്മെന്റ് കൗൺസിലിംഗ് എന്നുള്ള പുതിയ മേഖലയിലേക്ക് എനിക്ക് വരാനും പുതിയൊരു സ്ഥാപനം തുടങ്ങാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇന്നിപ്പോ തൃശ്ശൂരിൽ ചന്ദ്രാപ്പിന്നിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൻപിൾ അക്കാദമി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനും നാട്ടില് തന്നെ ഫാമിലിയോടൊപ്പം സെറ്റിൽ ആവാനൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിലേക്കൊക്കെ എത്തിച്ചത് അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ കഴിഞ്ഞ നോമ്പ്, അതിന് മുമ്പുള്ള നോമ്പ്, ആ നോമ്പ് സമയത്ത് ലിവ് ടു സ്മൈലിന്റെ സൺഡേ സ്പെഷ്യലിൽ എനിക്ക് ഒരു സൺഡേ സ്പെഷ്യലിൽ എനിക്കൊരു അവസരം കിട്ടുന്ന, അതായത് ആർട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ട്രെയിനിങ് എടുക്കാനുള്ള അവസരം എനിക്ക് ലിവ് ടു സ്മൈലാണ് ആദ്യമായിട്ട് എനിക്ക് തന്നത്. ട്രെയിനിങ് മേഖലയിൽ എനിക്കൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ലിവ് ടു സ്മൈൽ തന്നു എന്നുള്ളതാണ് 2 വർഷം മുമ്പ്. അപ്പോ അവിടെ നിന്നാണ് എനിക്ക് തുടക്കം ഉണ്ടാകുന്നത്. അതില് റിഫാ സാർ ആയി കഴിഞ്ഞാലും ഷെറിൻ സാർ ആയി കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ടീച്ചേഴ്സ് നല്ല സപ്പോർട്ട് തരികയും നല്ല ഫീഡ്ബാക്ക് തരികയും അതിനോടനുബന്ധിച്ച് ലിവ് ടു സ്മൈലിന്റെ ഈ സൺഡേ സ്പെഷ്യലിൽ തന്നെ ഈ അടുത്ത് മറ്റൊരു ഗസ്റ്റ് ആയിട്ട് എനിക്ക് മറ്റൊരു എപ്പിസോഡിലും പങ്കെടുക്കാൻ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ, നമ്മളെ വഴിതിരിച്ചു വിടുന്ന രൂപത്തിലുള്ള ഒരുപാട് ഗൈഡൻസുകൾ ലിവ് ടു സ്മൈലിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, നമ്മൾ 10ാം ക്ലാസ് കഴിയുന്നു, പിന്നെ +2, പിന്നെ ഡിഗ്രി, PG, ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പഠനം നിർത്തി എന്നുള്ളതാണ്. അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം, ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ പഠിക്കുന്നു എന്ന് പറയാൻ പോലും നമുക്ക് മടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ്. നമുക്കെന്താണ്, ഞാൻ പഠിക്കുന്നു, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഞാൻ പഠിക്കുന്നു എന്ന് എനിക്ക് പറയാൻ മടിയാണ്. കാരണം വെച്ചാൽ സൊസൈറ്റി അത് അംഗീകരിക്കുന്നില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ബ്രേക്ക് ഉണ്ടായത്, ബ്രേക്ക് ആയതിനു ശേഷം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ 10ലോ +2ലോ അതല്ലെങ്കിൽ ഡിഗ്രിയോ PGയോ ആണ് ചെയ്യുന്നതെങ്കിൽ ആ PGയോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് അവിടെ വെച്ച് നിർത്തരുത്. ലേണിംഗ് അവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്. മറിച്ച് നിങ്ങൾ കണ്ടിന്യൂസ്ലി അത് വീണ്ടും വീണ്ടും അതിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത്, റോബോട്ടിക്സിന്റെ കാലത്ത് കരിയറുകൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അടുത്ത ഒരു 10 വർഷം കഴിയുന്ന സമയത്ത് നിലവിലുള്ള 50% ജോലികൾ ഇല്ലാതെ പോകുന്നു. എന്നാൽ 10 വർഷം കഴിയുന്ന സമയത്ത് ആയിരക്കണക്കിന് പുതിയ കരിയറുകൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പണ്ട് കാലത്ത് DTP അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചു പോയ ആൾക്കാരുണ്ടാവും അല്ലെ. പണ്ട് നമുക്കറിയാം ഗൾഫിലേക്കൊക്കെ പോകണമെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയിട്ടുണ്ടാവും അല്ലെ. ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട, മറിച്ച് എന്താണ്, ഒരു വോയിസ് വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്, ഒരു വോയിസ് അതന്നെ എല്ലാം ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് നമുക്ക് തരുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സാഹചര്യങ്ങൾ കണ്ടെത്തുകയും സെൽഫ് ലേണിംഗ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോ ഇതിനൊക്കെയുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ ലൈഫിൽ തീർച്ചയായിട്ടും ലിവ് ടു സ്മൈൽ തന്നിട്ടുള്ളത്. അതിന്റെ ഒരു മാറ്റം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ലൈഫിൽ
പുഞ്ചിരികൾ ഉണർത്താൻ ലിഫ്റ്റ് സ്മൈലിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. താങ്ക് യു ലിഫ്റ്റ് സ്മൈൽ, താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ. എന്തായാലും ഇങ്ങനെ ഒരു ഇവിടെ സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി തന്നതിലും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഷെറിൻ സാറും അതേപോലെ തന്നെ ഇർഫാസ് സാറും ഒക്കെ ഞങ്ങൾ നേരത്തെ UAE-യിലുള്ള സമയത്ത് ഞങ്ങള് പിന്നെ പരിചയമുള്ളവരും അതേപോലെ തന്നെ ഞങ്ങള് ഫ്രണ്ട്സും ആയിരുന്നു. അപ്പൊ ആ നിലക്കും സന്തോഷമുണ്ട് ഇങ്ങനെ ലിഫ്റ്റ് സ്മൈല് ഈ ഒരു രൂപത്തിലേക്ക് എത്തിയതിലും അതേപോലെ തന്നെ 200 എപ്പിസോഡുകൾ സൺഡേ സ്പെഷ്യല് മുന്നോട്ട് പോകുന്നതിലും ഉള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും സന്തോഷങ്ങളും ആശംസകളും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഫൈസൽ സിയെ. ഏതായാലും വളരെ നന്നായി സംസാരിച്ചു, സംവദിച്ചു. ഫൈസലിന്റെ പിന്നെ ബെറ്റർ ഹാഫും നിലവില് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ BA സൈക്കോളജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അവരും ഈ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അവർ നല്ല ട്രെയിനറാണ്. ഏതായാലും സന്തോഷമുണ്ട്. ഫൈൻ. ഇനി നമ്മളോട് പിന്നെ സന്തോഷകരമായി സംവദിക്കുന്നുള്ളത് പിന്നെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിരവധി ഓർഗനൈസേഷനിലൊക്കെ വളരെ നന്നായി പ്രസന്റ് ചെയ്യുകയും പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തുകയും ചെയ്യുന്ന മുസ്തഫ കൂടല്ലൂരാണ് നമ്മോട് സംസാരിക്കുക. മുസ്തഫ, വെൽക്കം. മുസ്തഫ ഉണ്ടായിരുന്നല്ലോ. മുസ്തഫ ഓക്കെ, സോറി. കേൾക്കാല്ലേ? കേൾക്കാം. ഓഡിയബിൾ അല്ലല്ലോ മുസ്തഫ, പറയുന്നുണ്ടോ? സോറി. ഓക്കെ, സോറി. കേൾക്കാലോ അല്ലേ? യാത്രയിലാണ്, വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലിഫ്റ്റ് സ്മൈലിന്റെ 200ാമത് സൺഡേ സ്പെഷ്യലാണ്. പുഞ്ചിരിയെ കുറിച്ചാണ്, നിറമുള്ള പുഞ്ചിരികളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ചാണ്, സന്തോഷിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് അങ്ങനെ പരാമർശിച്ച 1000-ൽ ഒരാൾ എന്ന രീതിയിൽ തന്നെ ഞാൻ എന്നെ വിശേഷിപ്പിക്കുകയാണ്. കാരണം ജീവിതയാത്രയിൽ ഒരു കരിയർ പെട്ടെന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ സ്വപ്നങ്ങളെ മാറ്റിവെച്ച് ആ ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴും മാറ്റിവെച്ച ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആ യാത്രയിൽ പേറിക്കൊണ്ട് തന്നെയായിരുന്നു യാത്ര തുടർന്നിരുന്നത്. പല അവസരങ്ങളിലും അങ്ങനെ ആ സ്വപ്നങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും പിന്മാറാനുള്ള പല കാരണങ്ങളും മുന്നിലുണ്ടായിരുന്നു. പലപ്പോഴായി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പക്ഷെ LTS അതിനുകൂടി ഒരു ടൂളായിരുന്നു. അങ്ങനെ പിന്മാറാതിരിക്കാനുള്ള ഒരു ടൂള് കൂടിയായിരുന്നു എന്നിൽ പ്രവർത്തിച്ചത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും കുടുംബവും ഒപ്പം പ്രവാസവും തുടർ പഠനത്തിന് വലിയൊരു പ്രതിസന്ധിയാണെങ്കിലും അതൊരു പ്രതിസന്ധിയല്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് എപ്പോഴും നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അത് LTS-ൽ ജോയിൻ ചെയ്തതിന്റെ പേരിലായിരുന്നു. LTS അങ്ങനെ ഒരു അവസരം മുന്നിലേക്ക് വന്നപ്പോൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴുള്ള സന്തോഷം. ആദ്യത്തെ LTS-ന്റെ ഡിഗ്രി ബാച്ച് BSc സൈക്കോളജി ബാച്ചിൽ ജോയിൻ ചെയ്യുകയും ആദ്യമൊക്കെ ക്ലാസ്സുകൾ അതിന്റെ ലിങ്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുകയായിരുന്നെങ്കിൽ പിന്നീട് ഡിജിറ്റൽ അക്കാദമി എന്നൊരു ഗ്രൂപ്പ് സ്ഥാപിക്കുകയും അതിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികളെയും ഒക്കെ ജോയിൻ ചെയ്തപ്പോൾ
ഒരു ക്യാമ്പസ് അന്തരീക്ഷം തന്നെ അവിടെ അനുഭവപ്പെടുകയായിരുന്നു. പിന്നീടുള്ള ഓരോ സന്ദർഭങ്ങളും പല വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികളും ഓരോ ആക്ടിവിറ്റികളിലേക്കും നമ്മെ തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെ ഉണ്ടായപ്പോൾ കൂടുതൽ പഠിക്കണം എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ പിന്മാറരുത് എന്ന ഒരു ചിന്തയായിരുന്നു കൂടുതലും ഈ പഠനത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രധാന കാരണം. അത് LTS-ന്റെ ടീച്ചേഴ്സും ഒപ്പം കൂടെ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ഒരു ചിന്ത നമുക്ക് ഒരുപക്ഷെ നമ്മുടെ അനുഭവങ്ങൾ വളരെ ചെറുതായിരിക്കാം, അതിനേക്കാളും വളരെ വലിയ അനുഭവങ്ങളുമായിട്ട് വലിയ പ്രതിസന്ധികളുമായി കൂടെ ഉള്ള സുഹൃത്തുക്കൾ കൂടി അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എനിക്കുള്ള പ്രയാസങ്ങൾ അതൊരു പ്രയാസമല്ല, എനിക്ക് പൂർത്തിയാക്കാൻ കഴിയും. കാരണം എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന പഠനം എന്നത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളുള്ള പല വ്യക്തികളുണ്ട്. അവർക്ക് ഈ പഠനം പൂർത്തിയാക്കാനും ഈ പഠനത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അവർക്ക് കഴിയുന്നുണ്ട് എങ്കിൽ എനിക്കും അത് കഴിയും എന്ന ഒരു തിരിച്ചറിവായിരുന്നു എനിക്കുണ്ടായത്. അതുപോലെ തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ നേരത്തെ ഫൈസല് സൂചിപ്പിച്ചതുപോലെ PCPക്ക് പോവാന്നുള്ളത് വളരെ നിർബന്ധമാണ്. ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തി രണ്ടാമത്തെ ആഴ്ചയിലാണ് PCPയുടെ ഷെഡ്യൂൾ വരുന്നത്. ഒരു സാഹചര്യത്തിലും പോകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ യൂണിവേഴ്സിറ്റി തന്നെ 2-3 അവസരങ്ങൾ നേരുന്നത് കൊണ്ട് അടുത്തൊരു അവസരത്തിൽ തെരഞ്ഞെടുക്കുകയും ആ സമയത്തും പോകുമ്പോൾ PCPക്ക് തന്നെ 10-15 ദിവസങ്ങൾ വേണം. ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത്. അവിടെ വീട്ടിൽ നിൽക്കാനുള്ള ഒരു സമയം എന്നുള്ളത് കേവലം 2 ദിവസം മാത്രമായിരുന്നു കിട്ടിയത്. വലിയ സങ്കടം വീട്ടുകാർക്ക് പോലും ഉണ്ടെങ്കിലും ഈ PCP അത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഒരുപക്ഷെ എക്സാം എഴുതാനും കഴിയില്ല, പൂർത്തിയാക്കാനും കഴിയില്ല എന്നൊരു ചിന്ത കൊണ്ടാവാം റിസ്ക് എടുത്തുകൊണ്ട് ആ PCPക്ക് അറ്റൻഡ് ചെയ്തു. PCP കഴിഞ്ഞതിന് ശേഷമുള്ള 2 ദിവസമെങ്കിലും വീട്ടിൽ നിൽക്കാം എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്ന ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ചില ദിവസങ്ങൾ 1-2 ദിവസങ്ങൾ അധികം അവിടെ ഗ്യാപ്പ് തന്നതിന് ശേഷമായിരുന്നു എക്സാം നടന്നത്. അതിനെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നടന്നില്ല. അപ്പോ ആ ദിവസവും നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നു. അവസാനം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സെക്കൻഡ് ഇയറിന്റെയും തേർഡ് ഇയറിന്റെയും എക്സാം ഒരുമിച്ച് എഴുതിയത്. റിസൾട്ട് വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. അതിനൊരു അവസരം ഒരുക്കിയത് LTS ആണ്. LTS കൂടെ അതിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ സൺഡേ സ്പെഷ്യൽ എന്ന് ഓരോ ആഴ്ചയിലും വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരാഴ്ചയിൽ തുടർ പഠനത്തെ കുറിച്ച് ഒരു സെഷൻ കേൾക്കുകയുണ്ടായി. ആ ഒരു സെഷനിലാണ് ശരിക്കും അങ്ങനെ പഠിക്കണം എന്ന ഒരു ചിന്ത കൂടുതൽ ശക്തിപ്പെടാനും തൊട്ടടുത്ത ആഴ്ചയിൽ അങ്ങനെ ഒരു അവസരം LTS ഒരുക്കുന്നു എന്നതുമൊക്കെ അറിയാൻ കഴിഞ്ഞത്. ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു. ഇന്ന് വലിയ സന്തോഷം അൽഹംദുലില്ലാ BSc സൈക്കോളജി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നതിൽ. എന്തായാലും അതിന് നേതൃത്വം കൊടുത്ത ഷിറിൻ സാറ്, സാറ്, അബ്ദു സാറ്, അതുപോലെ തന്നെ മറ്റു സ്റ്റാഫ് അംഗങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത എപ്പോഴും സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു. All the best for your future, മുസ്തഫ. എല്ലാവിധ നന്മകളും സന്തോഷങ്ങളും ഒക്കെ ജീവിതത്തിൽ ഇനിയും തുടർച്ചകളായി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് നമ്മളോട് സംസാരിക്കുന്നുള്ളത് സൗദി അറേബ്യയിലെ നിയോം എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയും പിന്നെ കമ്പനിക്ക് വേണ്ടി UAE വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എന്നും ഒരു ഓർഗനൈസിംഗ് സ്കില്ലുള്ള കൂട്ടുകാരനാണ് നൗഫൽ സദഫ്. നൗഫൽ നമ്മോട് സംസാരിക്കും. നൗഫൽ, ഓഡിയബിൾ ആണോ? ഓക്കെ. ആദരണീയരായ ഇർഫാൻ സാറ്, ഷെറിൻ സാറ്, അബ്ദു സാറ്, മറ്റ് ബഹുമാന്യരായ LTS-ന്റെ ഗുരുനാഥന്മാരെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളോട് ഈ സൺഡേ സ്പെഷ്യലിൽ 200ാമത്തെ സൺഡേ സ്പെഷ്യലിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ആദ്യമായി ഞാൻ എൻ്റെ ഇതിലേക്ക് എന്നെ ഈ ഒരു അവസരം തന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച്
ഞാൻ വലിയൊരു എന്താ പറയാ ഇങ്ങനെ ഒരു വേദിയിലൊന്നും സംസാരിച്ചിട്ട് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതിൻ്റെതായ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 141 സൺഡേ സ്പെഷ്യൽ ഉള്ള വീക്കിലാണ് ഞാൻ LTS ജോയിൻ ആയിട്ടുള്ളത്. ആ സൺഡേ സ്പെഷ്യലിൽ തന്നെ ഈ സ്വാഗത പ്രസംഗം എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ കൊണ്ട് ചെയ്യിക്കണ്ടേ. ഞാൻ വന്ന പാടെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറി ഓക്കെ പറയുകയും അതിൽ നമ്മുടെ ഉദയൻ സാറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നാട്ടുകലയിൽ അല്പനേരം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ആയിരുന്നു. അന്നപ്പം ഈ LTS ഞാനൊരു എടുത്തു പറയേണ്ട ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായിട്ടുള്ള 2-3 കാര്യങ്ങൾ. ഈ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ടാവുക, രണ്ടാൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇന്നും എന്നും എല്ലാവരോടും പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിൽ എന്നതിലുപരിയായിട്ട് ഒരുപാട് വേറെ അഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു കലാലയ ജീവിതമായിരുന്നു LTS എൻ്റെ +2 എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് 2 നഷ്ടബോധമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് എൻ്റെ അപ്പ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അങ്ങോട്ടുള്ള ഒരു ജീവിതം, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ജീവിതം ഇല്ലാതായി പോവുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ എൻ്റെ കലാലയ ജീവിതം, അത് വലിയൊരു നഷ്ടമായിരുന്നു. പഠിച്ചാൽ എനിക്കിനി പഠിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കാൻ വലിയ ടോപ്പറൊന്നും അല്ലെങ്കിലും എനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ജീവിതത്തിലെ സാഹചര്യം കൊണ്ട് ആ സമയത്ത് കയറി പോരേണ്ടി വന്നെങ്കിൽ പോലും പിന്നെ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു വിദ്യാഭ്യാസപരമായിട്ട് യാതൊരു വിധ ടച്ചും ഇല്ലാത്ത 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി അറിയുന്നതും ജോയിൻ ചെയ്യുന്നതും. പഠിക്കാൻ നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഇതില് +2 ജോയിൻ ചെയ്തു. ഇതില് കൊമേഴ്സിന് ജോയിൻ ചെയ്തപ്പം സത്യം പറഞ്ഞാൽ ഓക്കെ എങ്ങനെ ജസ്റ്റ് അങ്ങ് പോവാന്നുള്ള രീതി. പക്ഷെ ഏത് സമയവും നമ്മളുടെ ഈ ഒരു പഠനവും പാഠ്യേതര വിഷയങ്ങളായിട്ട് എന്താ പറയാ ഓൾവേസ് കണക്ട് ചെയ്ത് നമ്മളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ LTS എടുത്ത ഒരു എഫേർട്ട്, അതിനെ നമുക്ക് എന്താ പറയാ ഇവിടെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എക്സാം നെക്സ്റ്റ് ടൈമിൽ എഴുതാം, അടുത്ത ഏപ്രിലിൽ എഴുതാം, ഒക്ടോബറിൽ എഴുതണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ സാറിന്റെ ഒരു ഓപ്പൺ ഹൗസ് കേൾക്കുകയും ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ടിക്കറ്റ് വരെ എടുത്തിട്ട് നാട്ടിലേക്ക് വരുന്നത്. ഞാൻ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ റിവിഷൻ ക്ലാസ്, അത്രയും സ്പൂൺ ഫീഡിംഗ് ആയിട്ട് കിട്ടിയ റിവിഷൻ ക്ലാസ്സും കുറച്ച് ഗൈഡും മാത്രം റെഫർ ചെയ്തുകൊണ്ട് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയും അടിപൊളിയായിട്ട് പാസ്സായി. ഒന്നും പറയാനില്ല, സത്യം പറയാലോ. ജസ്റ്റ് LTS ജോയിൻ ചെയ്തിട്ട് ഞാൻ സത്യം പോലെ പറയാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ റിവിഷൻ ക്ലാസ് മാത്രം കേട്ട് ഗൈഡും റെഫർ ചെയ്തിട്ട് എക്സാം പോയി എഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. എന്നപ്പം ഞാൻ ഇതിൽ നിന്ന് നിങ്ങളോടൊക്കെ ഇപ്പൊ ഈ എക്സാം എഴുതാൻ പോകുന്ന, അല്ലെങ്കിൽ ഇതിപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ട് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, നമ്മൾ വിചാരിക്കാത്ത ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എന്നിൽ കൂടെ ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം BBA ജോയിൻ ചെയ്തിട്ടുണ്ട്, LTS തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് നമ്മളുടെ ഒരു കലാലയ ജീവിതം, എന്നോ നഷ്ടപ്പെട്ടു പോയ ഒരു കലാലയ ജീവിതം എല്ലാവിധ ഭംഗിയോടുകൂടിയും തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ LTS കൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് റംഗ്രേസ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്സ് ഫെസ്റ്റ് നടത്തിയിരുന്നു. പഠിച്ചോനെ ഞാൻ വലിയൊരു പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ കേട്ടോ, ഞാൻ ഓവർ എക്സൈറ്റഡ് ആണ്. അതിൽ അടി നടന്നിട്ടില്ല എന്നുള്ളൂ. ജഡ്ജസിനെയൊക്കെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ചുമര് ഊറ്റിയടിക്കുക, അത്രത്തോളം വാശിയേറിയ മത്സരമായിരുന്നു. അന്നപ്പോ ഒരു ആർട്ട് ഫെസ്റ്റ് അത്ര ഒരു ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടത്തിയിട്ട് ഒരു ഓഫ്ലൈനിന്റെ എല്ലാവിധ പകിട്ടും നൽകിയ ഒരു സംഭവമായിരുന്നു റംഗ്രേസ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൺഡേ സ്പെഷ്യൽ, ഞങ്ങളുടെ ബാച്ച് 8 എന്ന് പറയുന്നതിൽ സൺഡേ സ്പെഷ്യൽ ബാച്ച് എന്നായിരുന്നു പറയാം. കാരണം വെച്ചാൽ ഞങ്ങളില്ലാത്ത സൺഡേ സ്പെഷ്യൽ എല്ലാ മാസവും ഞങ്ങളുടെ ബാച്ചിന്റെ ഭാഗം ഒരു സൺഡേ സ്പെഷ്യൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത്രത്തോളം ഞങ്ങളുടെ ബാച്ച് ഇതില് എന്താ പറയാ ഈ സൺഡേ സ്പെഷ്യലിൽ അറ്റൻഡ് ചെയ്യാനും ജോയിൻ ചെയ്യാനും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാൻ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ ലീഡേഴ്സും എല്ലാ മാസവും ഒരു സൺഡേ സ്പെഷ്യലിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരികയും ഞങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ LTS സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ, ഞാൻ എക്സാമിന് പോയ സമയത്ത് അവിടുന്ന് റിവിഷൻ ക്ലാസ് ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനോട് വന്ന് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ കേൾക്കാം? അപ്പൊ ഞാൻ പറയാം, ഞങ്ങൾ റിവിഷൻ ക്ലാസ്. അവർ വണ്ടറാവുക, നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സോ? ഞങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കോഴ്സ് തന്നു, ഒരു സ്റ്റഡി മെറ്റീരിയൽസ് തന്നു എന്നല്ലാതെ ക്ലാസ്സോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള യാതൊരുവിധ ഗൈഡ് ലൈൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ LTS ഇങ്ങനത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കപ്പോൾ അവർ വണ്ടറായി. അപ്പോൾ എനിക്ക് ഞാനൊരു ബെസ്റ്റ് പാട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളുടെ എന്താ പറയാ ഒരു ഓഫ്ലൈൻ വിദ്യാലയത്തിൽ പോയാൽ നമുക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അത് അതുപോലെ ഓൺലൈനിൽ
നമുക്ക് എന്താ പറയാ സ്പൂണിലാക്കി തരുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് LTS എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലിപ്പം ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും നിങ്ങളെല്ലാം എത്തിയിരിക്കുന്നത് നല്ല ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കരിയർ ലൈഫും പിന്നെ നമ്മളുടെ എന്താ പറയാ അല്ലാതെ പാഠ്യേതര വിഷയങ്ങളുടെ ലൈഫും നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് LTS. പിന്നെ നമ്മുടെ വെറും ഒരു പഠനത്തിൽ മാത്രമല്ല LTS കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് അതിനേക്കാൾ ഏറെ വലിയൊരു ഇത്. കാരണം വെച്ചാല് അത് ചാരിറ്റി ആയിട്ടും പിന്നെ ഫൗണ്ടേഷൻ പിന്നെ എന്താ പറയുക ഇപ്പം കരുതലിന്റെ സ്പർശം എന്ന് പറഞ്ഞ നമ്മുടെ വസ്ത്രം കൊടുത്തതായിട്ടും അങ്ങനെ ഒരുപാട് നല്ല നമുക്ക് മാനസികമായിട്ട് ഒരു വേറെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിൽ കൂടെ നമ്മൾ LTS കൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരുപാട് സന്തോഷങ്ങളുണ്ട്. സത്യം പറയാലോ അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ നമ്മളൊരു ഭാഗമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലിപ്പം ജോയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇതിനിപ്പോ റെക്കോർഡ് കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ വിചാരിക്കണം നമ്മളുടെ ലക്ഷ്യത്തെ നമ്മൾ എന്താ പറയാ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ എഴുതി വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് LTSനെ കണ്ടു കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും പറ്റും എന്നാണ് എനിക്ക് ഇവിടെ ജസ്റ്റ് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ റൂമിലല്ലുള്ളത്, പുറത്താണ് വേറൊരു ഫംഗ്ഷൻ ആയിട്ട് പുറത്തു വന്നിട്ടാണുള്ളത്. ആയതിനാൽ ഇതില് ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഇതിന്റെ അധ്യാപകർക്കും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് തന്ന് ഞങ്ങളെ ഈ ഒരു കോഴ്സ് അച്ചീവ് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വാക്ക് ഇവിടെ സംസാരിക്കുന്നു. നമസ്കാരം. ഹാപ്പി വിഷു ഓൾ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ നൗഫൽ സർ. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് നിസാബ് ഇസ് ഹിയർ റൈറ്റ്? നിസാമും ഇതേപോലെ അബുദാബിയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കൂട്ടത്തില് ഒരു കരിയർ തന്നെ സ്വിച്ച് ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് നിസാബ്. നമ്മളെ കൂടെ MSc സൈക്കോളജി കഴിഞ്ഞു, നിലവിൽ MA സൈക്കോളജിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിസാബ് സൺഡേ സ്പെഷ്യലിന്റെ സാധാരണ ടൈം ഓവർ ആയതുകൊണ്ടായിരിക്കും. സർ അവർക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതല്ലേ, ഓക്കെ. ഐ തിങ്ക് അങ്ങനെയാണെങ്കിൽ ഇനി ആരാ നമ്മുടെ കൂടെ ഉള്ളത്? അഫ്ര ഉണ്ടോ? ഇല്ല സർ. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ ഏതായാലും മനോഹരമായ സൺഡേ സ്പെഷ്യൽ 1000 വർണ്ണനകൾ പുഞ്ചിരികൾ വിടരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു യാത്രക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മള്. ക്യാമ്പയിൻ ലിപ്റ്റുസ്മെന്റ് 2024-25 വർഷത്തെ അഡ്മിഷൻ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരുടെയും സന്തോഷങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വേർഡ് ഓഫ് താങ്ക്സിലേക്ക് പോവാം. ആരാ വേർഡ് ഓഫ് താങ്ക്സ് പറയുന്നത്? സാറേ അഫ്ര എന്ന് പറഞ്ഞിട്ട് ഒരാളെ പേര് കാണാനുണ്ടല്ലോ ഈ ലിസ്റ്റില്. അഫ്ര ഇർഷാദ്. അഫ്ര എഫ്രൈം ഒന്നല്ലല്ലോ? അല്ലല്ലേ? ഓക്കെ 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 ഓക്കെ. ആ ഫ്രണ്ട് സിസ്റ്റർ ആണ് കേട്ടോ. ഐഡന്റിഫൈ ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. 200ാമത്തെ സൺഡേ സ്പെഷ്യൽ നിറമുള്ള 1000 പുഞ്ചിരി എന്ന എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ 200 സുന്ദര സായാഹ്നത്തിലൂടെ ഒരുപാട് പങ്കുവയ്പ്പുകൾ, അറിവനുഭവങ്ങൾ, ആശയപഠനങ്ങൾ, നല്ല സന്ദേശങ്ങൾ പങ്കുവെച്ച് ഇനിയും നമുക്ക് ഒരുപാട് ഏറെ മുന്നേറാനുണ്ട്. നമ്മളോട് ഇന്ന് ഈ സായാഹ്നം പങ്കുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ഇർഫാസ് സർ, ഷെറിൻ സർ, അബ്ദു സർ, അതുപോലെ തന്നെ നമ്മളെ ഈ സായാഹ്നം നമുക്ക് ധന്യമാക്കി തന്ന ഫൈസൽ CA, മുസ്തഫ ഗുഡല്ലൂർ, നൗഫൽ സദഫ്, എല്ലാവരോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ ഗുഡ് നൈറ്റ്. Good night, Nafisa ma'am.